ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. മനുഷ്യന്റെ വിജയം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഒരു ദിവസം ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് അവൾ എന്നോട് ചോദിക്കുകയാണ്, സിസ്റ്ററെ, അവൾ SLCക്ക് പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ എക്സാമിന് വേണ്ടി ഒരുങ്ങുവാണ്, ഈ വർഷത്തെ അവസാനത്തെ എക്സാം. അപ്പൊ ഏത് വചനം പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ അവൾക്ക് വചനം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ഓർത്തു, എല്ലാ കുട്ടികൾക്കും പരീക്ഷാ ദിവസങ്ങളില് പേടിയും ഉത്കണ്ഠയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആ വചനത്തിന്റെ അഭിഷേകം വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കുക. ഒന്ന്, പ്രഭാഷകന്റെ പുസ്തകം 10:5, മനുഷ്യന്റെ വിജയം ദൈവത്തിന്റെ കരങ്ങളിലാണ്. അതായത് നമ്മൾ എങ്ങനെയൊക്കെ രാവ് പകലാക്കി പഠിച്ചാലും, എത്രമാത്രം ഉന്നത വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്താലും, മാതാപിതാക്കളും മനസ്സിലാക്കണം, മക്കളും മനസ്സിലാക്കണം, ദൈവമാണ് വിജയം തരുന്നത്. നമ്മുടെ എല്ലാ വിജയവും ദൈവത്തിന്റെ കരങ്ങളിലൂടെയാണ്, ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നാണ്. നെഹെമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ് 2:20 വിജയം നൽകുന്നത് കർത്താവാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിജയവും, ബിസിനസ് മേഖലകളിലാണേലും, പഠന മേഖലകളിലാണേലും, ജോലി മേഖലകളിലാണേലും, കുടുംബ ജീവിതത്തിലാണെങ്കിലും, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം തരുന്നത് ദൈവമാണ്. ദൈവത്തിനെ നമ്മളെ വിജയിപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. വാഗ്ദാനങ്ങളാണ്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളാണ് ഓരോ വചനവും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കുമാറ്റം നടത്തിയാൽ. അതുകൊണ്ട് നമ്മളൊരു വചനം വിശ്വാസത്തോടെ ഏറ്റു പറയും തോറും ആ വചനത്തിന്റെ കൃപ നമ്മിൽ നിറയുകയാണ്. സഭാനിയ 3:17 നമുക്ക് ഓർക്കാം. സ്വർഗത്തിന്റെ ദൈവം നിങ്ങൾക്ക് വിജയം തരും. സ്വർഗത്തിന്റെ ദൈവം നിങ്ങൾക്ക് വിജയം തരും. അപ്പൊ ഈ വചനമൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്, ദൈവം നമ്മളെ സഹായിച്ചുകൊള്ളും. അപ്പൊ നമ്മുടെ കുറെ പേടിയും ആകുലതകളും ഭയവും ഒക്കെ മാറിപ്പോകും. യാക്കോവിന്റെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 1:15 വിശുദ്ധ യാക്കോവിന്റെ ലേഖനം 1:15 നമ്മൾ വായിക്കുകയാണ്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. ഇനി ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും വിഷയം പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കണക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഹിന്ദി പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ചില വിഷയങ്ങൾ കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, ഈ വിഷയം പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഈശോയോട് ചോദിച്ചേ, വചനം പറയുന്നു, യാക്കോസ്ലേഖ പറയുന്നു, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിച്ചോ, ദൈവം അത് നമുക്ക് തരും. പ്രിയപ്പെട്ട മക്കളെ, പരീക്ഷയ്ക്കായി പോകാൻ ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് വളരെ പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ വചനത്തിന്റെ അഭിഷേകത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.